പുണർദം, പൂയം, ആയില്യം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 12 നക്ഷത്രക്കാരായിട്ടുള്ള 4 രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് മെയ് 11-ാം തീയതി ഞായറാഴ്ച അതിപ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ്. വേദജ്യോതിഷമനുസരിച്ച് ശനിയെ വളരെ ശക്തിയേറിയ ഗ്രഹങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, പലപ്പോഴും ശനി കർമ്മഫലങ്ങൾക്കനുസരിച്ച് മനുഷ്യരിലേക്ക് ഫലങ്ങൾ നൽകുന്നതിനാൽ തന്നെ പല ആളുകളും ശനിയെ ഭയക്കാറുണ്ട്. എന്നാൽ ശനി ജാതകത്തിൽ ശക്തമായിട്ടുള്ള വ്യക്തികൾക്ക് ശനി നൽകുന്ന ഭാഗ്യങ്ങളെ വെല്ലുവാൻ മറ്റൊന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്രകാരം നോക്കുമ്പോൾ മെയ് 11-ാം തീയതി ഞായറാഴ്ച ഈ 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാൻ കാരണം ബുധനും ശനിയും 30 ഡിഗ്രി കോണളവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യഭാവം കൊണ്ടാണ്. മാത്രമല്ല, ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഈ 4 രാശിക്കാരിലും ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾ രാജയോഗ തുല്യമാണ്. അപ്പോൾ ഈ 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മെയ് 11-ാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി മെയ് 11-ാം തീയതി ഞായറാഴ്ച ശനിയുടെയും ബുധൻ്റെയും സഞ്ചാരഫലമായി വളരെയധികം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഈ പുണർദം, പൂയം, ആയില്യം വരുന്ന 3 നക്ഷത്രക്കാരുടെയും ഇപ്പോഴുള്ള ജീവിതസ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കുവാനുള്ള ഒരു കാരണമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുണർദം, പൂയം, ആയില്യം വരുന്ന അമ്മമാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മക്കളെ പറ്റിയുള്ള വ്യാകുലതകളും മക്കളുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ഉള്ള ചിന്തകളും വളരെയധികമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അന്തരീക്ഷം കൊണ്ട് വളരെയധികം മനസ്സ് തകർന്നിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന നിരവധി ആളുകൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ ഈ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ശനിയുടെയും ബുധൻ്റെയും ഗുണഭാവം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന സങ്കടം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ശുഭകരമായ മാറ്റം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് പുതിയ ചില വസ്തുക്കൾ വാങ്ങുവാനും പുതിയ വീട് പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യവും ഈ ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന രാജയോഗ തുല്യമായ ഈ ഭാഗ്യസമയത്ത് ഉണ്ടാകും. മാത്രമല്ല, ഈ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനുണ്ടെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അത് എങ്ങനെയാകും എന്ന് മനസ്സിൽ വളരെയധികം ചിന്തിച്ച് വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ചില ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ഒരു തടസ്സവും കൂടാതെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ആ മംഗളകാര്യങ്ങളിൽ
പങ്കെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നിലനിൽക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ അകന്ന് വളരെയധികം സന്തോഷം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി രണ്ടാമതായി ഈ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. പ്രത്യേകിച്ച് ജാതകത്തിൽ ശനി ശക്തനായിട്ടുള്ള നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ വളരെയധികമായിരിക്കും. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മെയ് മാസം 11-ാം തീയതി ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹഭാവം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇത് നിങ്ങൾ ആരുടെയും പ്രേരണ കൊണ്ട് ചെയ്യുന്നതും ആയിരിക്കില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയും നിങ്ങളുടെ സ്വമനസ്സാൽ തോന്നുന്നത് കൊണ്ടും നിങ്ങൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഇനി എടുത്തു പറയേണ്ടത്, വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായിട്ടും സന്താനഭാഗ്യം ലഭിക്കാതെ വളരെയധികം സമൂഹത്തിൽ നിന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും അതുപോലെ തന്നെ സൽസന്താന ഭാഗ്യം ലഭിക്കുവാനായി ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ്. ഇത്തരത്തിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് സൽസന്താന ഭാഗ്യം ലഭിക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. ഇനി വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കാണെങ്കിൽ കർമ്മമേഖലയിൽ വളരെയധികം അനിശ്ചിതത്വങ്ങളും വളരെ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെയും ബുധൻ്റെയും സഞ്ചാരം നിങ്ങൾക്ക് അനുഗ്രഹഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിൽ താൽക്കാലികമായെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗം വിശാഖം നക്ഷത്രക്കാരിൽ വളരെ അധികമാണ്. ഇത്രയധികം ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ഈശ്വരാധീനം കൈവിടാതെ ഈശ്വരവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഈ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുവാനും അതുപോലെ ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട്. ഇനി വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ പല വ്യക്തികൾക്കും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനം കാണുവാനും മാനസിക സന്തോഷം അനുഭവിക്കുവാനുമൊക്കെ കഴിയുന്ന സമയം തന്നെയായിരിക്കും ഇത്. ഇനി മൂന്നാമതായി മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ബുധൻ്റെയും ശനിയുടെയും സഞ്ചാരഫലമായി രാജ്യയോഗതുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരായിട്ടുള്ള ഈ 3 നക്ഷത്രക്കാരിലും ഞായറാഴ്ച ഉണ്ടാകുവാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തവ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും കാര്യതടസ്സങ്ങൾ നേരിടുകയും ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്തിരുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളിലും ഒരു ശുഭകരമായ മാറ്റം കാണുവാൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ഈ മെയ് 11-ാം തീയതി ഞായറാഴ്ച മുതലുള്ള സമയം കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സ്ഥിരതയില്ലാത്തതിനാൽ
എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാമെന്നുള്ള സാഹചര്യത്തിൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. എന്നാൽ ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. എങ്ങനെയും നിങ്ങളുടെ കുടുംബത്തെ നല്ല രീതിയിൽ പോറ്റുവാനുള്ള വരുമാനം നിങ്ങളിൽ നിലനിൽക്കുകയും കടബാധ്യതകളിൽ നിന്നെല്ലാം കരകയറുവാനുള്ള വഴികൾ നിങ്ങളുടെ കൺമുൻപിൽ തെളിഞ്ഞു വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാനസിക സന്തോഷവും മനസ്സമാധാനവും അധികരിക്കുന്ന തരത്തിലുള്ള ചില യാത്രകൾ കുടുംബത്തോടൊപ്പം ചെയ്യുവാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ കുറച്ച് അധികം സമയം ചിലവഴിക്കുവാനുള്ള യോഗവും ഈ മെയ് 11 തീയതി ഞായറാഴ്ച നിങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യവും പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ശമനവുമെല്ലാം ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി അവസാനമായി ഈ മെയ് 11 തീയതി ഞായറാഴ്ച ശനിയുടെയും ബുധൻ്റെയും അനുഗ്രഹഭാവം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാർക്ക് ശനിയുടെ സ്വാധീനം വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ദിവസം നൽകുന്നത്. പ്രത്യേകിച്ച് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും കടം വാങ്ങിയിട്ടുള്ളവർക്ക് തിരിച്ചു കൊടുക്കുവാനുള്ള പണത്തിനെ പറ്റി ചിന്തിച്ച് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് മാറ്റം കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത്. അതുപോലെ തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ മെയ് 11 തീയതി ഞായറാഴ്ച ഉണ്ടാകുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ എടുത്തു പറയേണ്ടത് ചില സ്വത്ത് തർക്കങ്ങളിൽ പരിഹാരമുണ്ടാവുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ചില ധനവരവ് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ വന്നെത്തുന്നതിനാൽ തന്നെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങുവാനുള്ള യോഗവും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ചില മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്നാൽ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഈ മെയ് 11 തീയതി ഞായറാഴ്ച നേരിടേണ്ടി വരും. എന്നാൽ നിങ്ങൾ അതിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ പതനം ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മീനം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയിലും വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളായിരിക്കും ഈ മെയ് 11 തീയതി ഞായറാഴ്ച നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 4 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മെയ് 11 തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ജ്യോതിഷ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.